സോ ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു കല്യാണത്തിന് കൊല്ലത്ത് പോകാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി മെട്രോ കയറാൻ വന്നതാണ്. അങ്ങനെ മെട്രോ കയറി നമ്മൾ നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നപ്പോഴാണ് അടുത്ത ടെസ്റ്റ്. പോയപ്പോ 2 മിനിറ്റ് വൈകിപ്പോയി. ട്രെയിൻ വേറെ എവിടെയോ എത്തി. അങ്ങനെ ഞാൻ നേരെ ടോണി ബ്രോന്റെ വീട്ടിലേക്ക് വന്നു. ഇനി ഇവിടെ നിന്നാണ് അടുത്ത പ്ലാനിങ്സ്. പിന്നെ നമ്മൾ ആലോചിച്ചിട്ട് അടുത്ത പ്ലാനിലേക്ക് എത്തും. എന്തായാലും പോകും. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് നേരെ മുകളിലോട്ടും താഴോട്ടൊക്കെ നോക്കി കുറച്ചു നേരം നിന്നു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമുക്ക് മാത്രമല്ല ആഷിഖ് ബ്രോനും ട്രെയിൻ മിസ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ വണ്ടിയൊക്കെ എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ആഷിഖ് ബ്രോ, കുറച്ച് ഷൈ ആണ്. അങ്ങനെ നമ്മൾ നേരെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ആഷിഖ് ബ്രോന്റെ ഷൈ ഒക്കെ മാറ്റി നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോഴേക്കും അവിടെ നിന്നേച്ച ഒരു ബംഗാളി കൈ കൊണ്ട് സിഗരറ്റ് വലിക്കണ ചിഹ്നം എന്തോ കാണിക്കണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിൽ കയറി ഇരുന്നപ്പോഴാണ് ട്രെയിൻ സ്റ്റാർട്ട് ആവാനുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ടോണി ബ്രോ ഒന്നും നോക്കിയില്ല, എടുത്ത് ചാടി ഉന്തി ട്രെയിൻ സ്റ്റാർട്ടാക്കിയിട്ടാണ് ഞങ്ങൾ ട്രെയിനിൽ കയറിയത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോസ് ഒക്കെ എടുത്ത് നിൽക്കുന്ന ടൈമിലാണ് ഒരു കുട്ടാപ്പി ഞങ്ങളെ നോക്കിയിരിക്കണേ ഞാൻ കണ്ടത്. അങ്ങനെ ആ കുട്ടാപ്പിനെ വെറുപ്പിച്ച് ഞങ്ങൾ നേരെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ നിന്ന് അടുത്ത പണി കിട്ടി. അവിടെ നിന്ന് ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള ലാസ്റ്റ് ബസ് 5 മിനിറ്റ് മുന്നേ പോയിരുന്നു. അങ്ങനെ കുറച്ചു നേരം നിന്ന് എന്തൊക്കെയോ കാണിച്ചിട്ടാണെങ്കിൽ ലാസ്റ്റ് അത് സംഭവിച്ചു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ബസ് കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഫോൺ ഓഫ് ആയി പോയി. ഇവിടെ സ്റ്റേ എടുത്തേക്കണ സ്ഥലത്തെത്തി. അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഇരുട്ടത്തിരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കണ ഋതുനന്ദനെ നമ്മൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഊഞ്ഞാലാടി. അങ്ങനെ നേരെ റൂമിൽ ചെന്ന് ഫുഡും കഴിച്ച് ബാക്കി കലാപരിപാടികളിലേക്ക് കടന്നു. അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് മനുബോയ് സൈനിങ് ഓഫ്. ബൈ. ഇനി നാളെ കല്യാണത്തിന്റെ വ്ളോഗായിട്ടാണോ?